ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും തുഷാരം ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്തുള്ള പനങ്ങാട് കെട്ടിൽ എന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ ബ്ലോഗിൽ അഭിനയിക്കുന്ന അറമുകേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അറമുകേട്ടൻ്റെ ഒരു അയൽവാസി, ഒരു പട്ടാളക്കാരൻ, അദ്ദേഹത്തിൻ്റെ 24 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ നാടും മുഴുവൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. അപ്പം നമ്മളും ആ സന്തോഷത്തിലാണ് ഇപ്പോഴും. അപ്പം നമുക്ക് ആ വന്ന സാറിനെ കാണാം, പരിചയപ്പെടാം. അപ്പം എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. सारे जहां से अच्छा हिंदुस्तान हमारा हमारा सारे जहां से अच्छा. സാർ നമസ്കാരം. നമസ്കാരം. ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ്. അപ്പം അറമുകേട്ടൻ ഞങ്ങളുടെ എല്ലാ ബ്ലോഗിലും ഉണ്ടാവലുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു സാർ ഇങ്ങനെ 24 വർഷം ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. അപ്പം കാണാമെന്ന് പരിചയപ്പെടാമെന്നും ആർമിയിലെ കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നും ഒരു ആകാംക്ഷ നമ്മളെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി. സാറിന്റെ പേര്? എന്റെ പേര് ജിലേഷ്. ജിലേഷ്. അപ്പൊ ആർമിയിൽ എത്ര വർഷം സർവീസ് ചെയ്തു? 24 വർഷം സർവീസ് ചെയ്തു. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 43 വയസ്സായി. അപ്പൊ 19 വയസ്സ് പോയത്. ആണല്ലേ. അപ്പം ആർമിയിൽ നിന്നുകൊണ്ടാണ് പിന്നെ കല്യാണം കഴിഞ്ഞത്. ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. ഒരു പട്ടാളക്കാരനെ സ്നേഹിക്കാനുള്ള കാരണം എന്താ? പട്ടാളത്തിലാണ് നടത്തല്ല. നമ്മള് എന്താ പറയാ, ഈച്ചത്തായതിനു ശേഷം എനിക്ക് 24 ആയതിനു ശേഷമാണ് ഏകദേശം കല്യാണ പ്രായത്തായില്ലേ, അപ്പോഴും വന്ന ഒരു പ്രണയാണ്. അല്ലാണ്ട് ചെറുതിലെ നമ്മൾ പ്രണയം. അപ്പൊ പട്ടാളക്കാരനാണെന്ന് തോന്നി കൂടുതൽ സന്തോഷം തോന്നി ആണെന്നുള്ള അറിയുന്നു. അപ്പൊ എന്താ പറയാ, ഒരുപാട് യാത്ര ചെയ്യണം, സ്ഥലം കാണണം എന്നുള്ള ഒരാഗ്രഹങ്ങളാണ്. പിന്നെ ഒരു ദേശ സ്നേഹം മനസ്സിലേക്ക് അങ്കുരിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എന്താ പറയാ, പിന്നെ അവിടെ പോവാന്നുള്ള ഒരു ഇതിലാണ് അങ്ങനെ കല്യാണം കഴിച്ചത് പട്ടാളക്കാരൻ. സാറ് അപ്പം ഒരുപാട് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടാവില്ലേ? എനിക്ക് എന്റെ സർവീസിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ കറങ്ങാത്ത സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ കുറവാണ്. സ്റ്റേറ്റ്സ് മൊത്തം ജമ്മു കാശ്മീരിലൊക്കെ സർവീസ് ചെയ്തു. ജമ്മു കാശ്മീരിലൊക്കെ 2 വട്ടം പോയിട്ടുണ്ട്. 2 വട്ടം പോയി. ഒന്ന് ആദ്യത്തെ റാങ്കിലും പിന്നെ ഈ ഹവിൽദാർ റാങ്ക് ആയതിനു ശേഷം 2 വട്ടം പോയി. ആറാറിലും പോയിട്ടുണ്ട്. സർ, എന്താണ് ആർമിയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ളത്? ആർമിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആർമി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ച് പറയാൻ ഞാൻ 9 പ്രാവശ്യം സെലക്ഷന് പോയി. 9 പ്രാവശ്യം റിട്ടേൺ ചെയ്തിട്ട് ഫെയിൽ ആയ ആളാണ് ഞാൻ. 10ാമത്തെ പ്രാവശ്യമാണ് കിട്ടിയത്. 10ാമത്തെ പ്രാവശ്യം കിട്ടിയത്. കാരണം എനിക്ക് ഈ ആർമി വേണം എന്നുള്ളൊരു മനസ്സിന് സാധ്യം. അത്രയും അത് നമുക്ക് ഈ ഒരു ത്രില്ലായിരുന്നു എനിക്ക്. ആർമിയുള്ള അത് ആയതുകൊണ്ട് അത് എനിക്ക് ഇവിടെ മാത്രമല്ല, നാട്ടിൽ മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല, ഏറ്റവും കൂടുതൽ അവിടെ ഞാനൊരു ആർമി എന്നുള്ളത് കാണുന്നത് എന്റെ കൂട്ടുകാർ, എന്റെ അവിടെ ഉള്ള ആൾക്കാർ അവര് പറയും എപ്പോഴും. ശരിക്കും ആക്ച്വലി നമ്മളൊരു ഇമാൻദാരി എന്ന് പറയും, എന്ത് വർക്കിനോടുള്ള ഒരു ആത്മാർത്ഥത. അത് നമ്മൾ പട്ടാളക്കാരന്റെ ബ്ലഡിൽ ഇതെല്ലാം സർവീസ് മെഡലാണ്. 9 വർഷം 50 years ഉള്ളതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് അമ്മയാണ്. അച്ഛന്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നില്ലേ ഇത്? അച്ഛൻ അച്ഛനും സർവീസിലായിരുന്നു. അല്ലല്ല, ഞാൻ സർവീസിലുള്ള സമയത്ത് ഒരു 2015 ഒരു അച്ഛൻ ഡെത്തായത്. വൈഫ് ജോലി ചെയ്യുന്ന ആളാ? വൈഫ് ഫാർമസിസ്റ്റ് ആണ്. എവിടെ? ഓക്കെ. നമ്മളിപ്പം ഒരുപക്ഷെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 2 മക്കള്. മൂത്ത മോനാണ് ദക്ഷ. രണ്ടാളും പഠിക്കുന്ന ആളാണ്. ഇംഗ്ലീഷ് മീഡിയം ആണോ? മോനെ ആർമിയിൽ ചേരണമെന്നാണോ ആഗ്രഹം? ആഗ്രഹമുണ്ടോ? ആർമി ചേരണം എന്നുള്ള ആഗ്രഹമുണ്ടോ? ശരിക്കും എന്താന്ന് പറഞ്ഞൂടെ, എന്താ അവന്റെ ആഗ്രഹം? അച്ഛനെ പോലെ ഒരു ആർമി പേഴ്സൺ ആകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ത്രില്ലല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയ നമുക്കൊരു ആർമിയിൽ സർവീസ് ആകുക, ഒരു ആർമി പേഴ്സൺ ആകുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇതുകൊണ്ടാണ് ഇപ്പൊ എത്ര ദൂരത്താണ് ഞങ്ങൾ വരുന്നത് അറിയോ? കാരണം അച്ഛൻ ഇങ്ങനെ ആർമിയിൽ 24 years വർക്ക് ചെയ്ത് വന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്.
അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയത്. അപ്പൊ ഇന്ന് ഈ അല്ലേ ഒരുപാട് കണ്ടുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും ഒരു ആർമി പേഴ്സൺ ആവാൻ നോക്ക്, ഭയങ്കര രസമല്ലേ, ത്രില്ലല്ലേ. പിന്നെ സാർ എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ? മറ്റു വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം 24 വർഷം കഴിഞ്ഞ്, കാരണം നമ്മളെ നല്ല പ്രായത്തിൽ നമ്മൾ പട്ടാളത്തിലായിരുന്നു. കാരണം നമ്മൾ ഓടിച്ചാടി നടക്കുക എന്നൊരു പ്രായം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് രാജ്യസേവനത്തിന് പോയി. ഇനി രാജ്യസേവനം യൗവനമൊക്കെ അങ്ങ് പോയിട്ടുണ്ട്, അതൊക്കെ രാഷ്ട്രസേവനത്തിൽ ഞങ്ങളെ കാവൽക്കാരായി. അങ്ങനെ ഈ ഒരു സമയം കഴിഞ്ഞ് തിരിച്ചെത്തിയല്ലോ. ഇനിയുള്ള കാലം ഭാര്യ, അമ്മ, ഭാര്യ, മക്കൾ ചെറിയ എന്തെങ്കിലും ജോബ് ഒക്കെ നോക്കും? ജോബ് നോക്കുന്നുണ്ട്. PSC എല്ലാം ട്രൈ ചെയ്യാലോ അല്ലേ? വർഷത്തിന്റെ 5 വർഷമുണ്ട്. 5 വർഷമുണ്ട്. അപ്പൊ ഇനി 5 വർഷം PSC നമുക്ക് ട്രൈ ചെയ്യാം. ചെയ്യാം. പിന്നെ പെൻഷനും കാര്യങ്ങളൊക്കെ ശരിയായി വരുന്ന ഒരു മാസമൊക്കെ പിടിക്കേണ്ട ഡോക്യുമെന്റേഷൻ എല്ലാം കൊടുത്തു. നമുക്ക് ഫണ്ടുകളൊക്കെ വരാൻ 1 മന്ത് ആവും. പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണ്ട, എന്താ പറയാ, എംപ്ലോയ്മെന്റ് ജില്ലാ സൈനിക ബോർഡ് അതെല്ലാം ഇന്ന് നാളെയൊക്കെ ഇന്ന് ഒരു ടൈം കിട്ടുകയാണെങ്കിൽ പോയില്ലെങ്കിൽ നാളെ എന്തായാലും പോയിട്ട് വരാം. അപ്പൊ സാർ ഒരുപാട് ഈ തിരക്കിനിടയിലും ഒരുപാട് തിരക്കുണ്ടാവും ഇന്ന്, കാരണം വന്ന ദിവസമാണല്ലോ. അപ്പോ അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് എനിക്കും സന്തോഷം. കാരണം വെച്ചാല് അങ്ങനെ ഒരു ചാനൽ വന്ന് ഞാൻ എല്ലാ പണിയും നിർത്തി വെച്ചിട്ട് നമുക്ക് അതാണല്ലോ നമ്മളെ ഉദ്ദേശം. ഇതുപോലെ നിങ്ങളെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ 24 വർഷം നിങ്ങളുടെ യൗവനം നഷ്ടപ്പെടുത്തി, നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി, ജീവിതം നഷ്ടപ്പെടുത്തി. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെയും കൂടെ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇത്, സാറിനെ പോലുള്ള ഒരാളെ ആദരിക്കുക എന്നുള്ളത്. ഓക്കെ സർ, താങ്ക് യു. നമസ്കാരം. ആയിക്കോട്ടെ.